ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. നല്ല ബിസി ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് അതൊക്കെ ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നെക്സ്റ്റ് ടൈം അത് കറക്റ്റ് ചെയ്യാൻ എനിക്കും അത് പ്രചോദനമാവും. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെയും ഇന്നത്തെ ദിവസം നല്ല ചെറു ചൂടുവെള്ളത്തിൽ ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കുകയാണ് എൻ്റെ പതിവ്. മിക്ക ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് മുട്ട പുഴുങ്ങിയത്. വേറൊന്നും കൊണ്ടല്ല, കുട്ടികൾക്ക് രാവിലെ കഴിച്ചിട്ട് പോകാനും നല്ലതാണ്, ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പവുമാണ്. കൂട്ടത്തിൽ ഇന്ന് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. എൻ്റെ വീട്ടിലെ ചെറിയ പുള്ളി ഇരുന്ന് കഴിക്കുന്നത് കണ്ടോ. ഉപ്പുമാവ് ഇനി ദേഹത്തും ഉടുപ്പിലും ആവാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. എന്നാലും അവൾ കുറച്ചൊക്കെ നുള്ളിപ്പറക്കി കഴിച്ചു. അങ്ങനെ നല്ല ചടപടയെന്നും പറഞ്ഞ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് സ്പീഡിൽ ഞങ്ങൾ കിൻഡർ ഗാർഡനിലേക്ക് പോവാണ്. അദ്വൈ പോകുന്ന കിൻഡർ ഗാർഡനിൽ തന്നെയാണ് മിഴിക്കും അഡ്മിഷൻ കിട്ടിയത്. 1 മാസമായിട്ട് ഞാനിപ്പോൾ അവളെയും കൃപ്പയിൽ വിടുന്നുണ്ട്. അവൾ ഇതുവരെ ഒരു സ്കൂളിൽ പോയിട്ടില്ലാത്തത് കൊണ്ടും തീരെ പൊടിയായതുകൊണ്ടും എനിക്കും കൂടെ അവളുടെ കൂടെ അവിടെ പോയിരിക്കാം. അവരൊക്കെ ആയിട്ട് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ആയിട്ട് അവളൊന്ന് പരിചയമാകുന്നത് വരെ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കൃപ്പയെന്ന് പറയുന്നത് തീരെ കുഞ്ഞു കുട്ടികൾക്കുള്ളതാണ്. അതായത് ഇതുകൊണ്ട് ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. 3 വയസ്സ് കഴിഞ്ഞാൽ അവർ കിൻഡർ ഗാർഡനിലേക്ക് പോകും, ഒരു 6 വയസ്സ് വരെ. രാവിലെ 7:30 മുതൽ കൊണ്ടാക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ, കുഞ്ഞു വാവകൾ. അവർക്ക് ഭക്ഷണവും ഉറക്കവും എല്ലാം ഇവിടെ തന്നെ. ഇതാണ് അവരുടെ മെയിൻ റൂം. പുറത്ത് ഓരോ കുട്ടികൾക്കും ഇതുപോലെ ചെറിയ സ്പേസ് തന്നിട്ടുണ്ട്, അവരുടെ ഡ്രസ്സും ജാക്കറ്റും ബാഗും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഇതുപോലെ നല്ല ക്യൂട്ട് പടങ്ങളും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വന്തം ഷെൽഫ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവരവരുടെ ഫോട്ടോസും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അവർക്ക് സെൻറ്റ് മാർട്ടിൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്. ഇവിടെ അതിനെ അവർ ലറ്റേൺ ഫെസ്റ്റ് എന്ന് പറയും. കുട്ടികളെല്ലാവരും ചെറിയ റാന്തൽ വിളക്കൊക്കെ പിടിച്ചിട്ട് ഇതുപോലെ പാട്ടൊക്കെ പാടി ഗാർഡനിൽ അവർ സെലിബ്രേറ്റ് ചെയ്യും. പക്ഷെ അത് വൈകുന്നേരമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സെഷനാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിലായിരുന്നു. പുറത്ത് കാണാൻ നല്ല സണ്ണിയാണെങ്കിലും 10:30 ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടോ, വെറും 3 ഡിഗ്രി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവൾ ആകെ ഉറക്കം വന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പയ്യെ അവളെ ഉറക്കി വീട്ടിൽ കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷായി വന്നു. ഇന്ന് വൈകുന്നേരം കുട്ടികളുടെ കിൻഡർ ഗാർഡനിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണം. അപ്പം ഞാൻ കരുതി ഒരു കേക്ക് അങ്ങ് ബേക്ക് ചെയ്യാമെന്ന്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ബെസ്റ്റ് ടൈം ഇത് തന്നെയാണ്, കാരണം മിഴി ഉറക്കാണല്ലോ. അപ്പോൾ ഈ സമയത്താവുമ്പോൾ വലിയ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ പണിയിലേക്ക് കടന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വനില കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം സ്കൂളിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രീമുള്ള കേക്കൊന്നും വേണ്ടാണ്. അതുകൊണ്ട് നമുക്കും ഗുണമാണ്, എളുപ്പപ്പണിയാണ്. അങ്ങനെ കേക്കൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. പിന്നെ കാണാനൊരു ഭംഗിക്ക് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തു ഇതുപോലെ. പിന്നെ ഈ കേക്കിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടേക്കാട്ടോ. അങ്ങനെ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഉച്ചയ്ക്കത്തെ ഊണിന് വേണ്ടിയിട്ടുള്ള മീൻ വറുത്തതും പുളിശ്ശേരിയും ഞാൻ സെറ്റാക്കി. ആ ഒരു സമയം കൊണ്ട് കേക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അപ്പോഴത്തേക്കും മിഴുക്കുട്ടി ഉണർന്നു. പിന്നെ അവളെ റെഡിയാക്കി ഇനി നേരെ കിൻഡർ ഗാർഡനിലേക്ക് പോവുകയാണ് അദ്വയെ വിളിക്കാൻ. അവനെ വിളിച്ചുകൊണ്ട് വന്ന് ആഹാരവും കൊടുത്തിട്ട് വേണം 4:30 ലറ്റേൺ ഫെസ്റ്റിന് കൊണ്ടുപോകാൻ. അപ്പോഴത്തേക്കും ഏട്ടനും വരും. ലറ്റേൺ ഫെസ്റ്റിന് റാന്തൽ പിടിച്ച് പാട്ടുപാടി നടക്കാൻ അദ്വി മാത്രമല്ല കേട്ടോ, ഇക്കൊല്ലം മിഴിക്കുട്ടിയും ഉണ്ട്. അവളും അവിടുത്തെ സ്റ്റുഡൻ്റ് ആണല്ലോ. സ്റ്റുഡൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അദ്വി ആണെങ്കിലും മിഴിയാണെങ്കിലും അവിടെ പോകുന്നത് മെയിനായിട്ട് കളിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ വേഗം പോയി അദ്വയും കൂട്ടിക്കൊണ്ട് വന്ന് തിരിച്ച് വീട്ടിലെത്തി ചോറും കൊടുത്ത് ഇരുന്നപ്പോഴത്തേക്കും ഏട്ടൻ വന്നു. ലറ്റേൺ ഫെസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ കാണണം എന്ന് ദേവിക്കൊരാഗ്രഹം. അപ്പോൾ അവൾ പറഞ്ഞു അവളും കൂടെ കൂടാമെന്ന്. അങ്ങനെ ഒരു 4:30 ഞങ്ങൾ തിരിച്ച് കിൻഡർ ഗാർഡൻ എത്തി. അപ്പോഴേക്കും എല്ലാ കുട്ടികളും അവരുടെ പാരൻസും ഒക്കെ വന്ന് റാന്തൽ വിളക്കും പിടിച്ച് അവരുടെ ഗാർഡനിലേക്ക് പരിപാടി തുടങ്ങാൻ പോവാണ്. എല്ലാ കൊല്ലവും എല്ലാ കിൻഡർ ഗാർഡനിലും കൃപ്പയിലും നടക്കുന്ന ഒരു ആഘോഷമാണ് ഈ ലറ്റേൺ ഫെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻറ്റ് മാർട്ടിൻസ് ഡേ ഫെസ്റ്റ് എന്ന് പറയുന്നത്. പല രാജ്യത്തു നിന്ന് പല ഭാഷ സംസാരിക്കുന്ന കുട്ടികൾ ഈ ഒരു ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഇടുന്ന എഫേർട്ട് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല കേട്ടോ. അവർ ജർമ്മനിലുള്ള പല പാട്ടുകളും പഠിക്കുകയും അതെല്ലാവരും ഒന്നിച്ച് പാടുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. അത് കാണാൻ എല്ലാവരുടെയും പേരൻസും അവരുടെ റിലേറ്റീവ്സും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ഈ പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ ചില കുട്ടികളുടെ പേര് വിളിക്കുകയും അവർക്ക് ഈ നടുക്ക് വെച്ചേക്കുന്ന ലാമ്പിന് ചുറ്റും നടക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അതൊക്കെ അവർക്ക് ഭയങ്കര ഒരു കാര്യമാണ്, കുഞ്ഞു കുട്ടികളല്ലേ. ലറ്റേൺ ഫെസ്റ്റൊക്കെ നല്ല സൂപ്പറായിട്ട് നടക്കുന്നുണ്ടായിരുന്നെങ്കിലും തണുപ്പ് ഒരു രക്ഷയുമില്ല. മിഴി നല്ല കരച്ചിലായിരുന്നു. തണുത്തിട്ടാണോ അതോ ഇനി അവൾക്ക് അവിടെ ഇരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല.
അങ്ങനെ ലറ്റൻ ഫെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പാരൻസ് എല്ലാവരും കൊണ്ടുവന്ന സ്നാക്സും കേക്കും ഒക്കെ ഷെയർ ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എല്ലാവരും തണുത്ത് മരവിച്ച ഒരു പരുവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കംഫർട്ടിങ് ഫുഡായിട്ടുള്ള കഞ്ഞി അങ്ങ് ഉണ്ടാക്കി രാത്രിത്തേക്ക്. അങ്ങനെ ഇതോടുകൂടി ഇന്ന് എൻ്റെ ഒരു ബിസി ഡേ ഇവിടെ തീരുകയാണ്. മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. ബൈ.